കൊച്ചിയിൽ നിന്ന് പുലർച്ചെ 1:05 പറന്നുയർന്ന സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ഇപ്പോൾ സിംഗപ്പൂരിന്റെ തീരക്കടലിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. സിംഗപ്പൂർ നഗരമാണ് അകലെ കാണുന്നത്. ഈ കടൽപ്പരപ്പിൽ നിരന്നു കിടക്കുന്നതെല്ലാം കൂറ്റൻ ഓയിൽ ടാങ്കറുകളാണ്, പിന്നെ ചരക്ക് കപ്പലുകൾ. സിംഗപ്പൂരിന്റെ തുറമുഖത്ത് ഇങ്ങനെ 100-ലേറെ കപ്പലുകൾ എപ്പോഴും കാണാം. ചരക്കിറക്കാനോ കച്ചവടത്തിനു വേണ്ടിയോ കാത്തുകിടക്കുന്ന കപ്പലുകൾ. നമ്മുടെ വിഴിഞ്ഞത്തിന്റെ നിരവധി മടങ്ങ് വലിപ്പത്തിലേക്ക് വളർന്നു കഴിഞ്ഞു സിംഗപ്പൂർ തുറമുഖം. ഈ മട്ടിലൊക്കെ ഒരു കാലത്ത് വിഴിഞ്ഞവും മാറുമായിരിക്കാം. സിംഗപ്പൂർ തുറമുഖം വലിയ തോതിലുള്ള ട്രേഡിംഗിന്റെ കൂടി ഒരു സ്ഥലമാണ്. 100 കണക്കിന് സൂപ്പർ കപ്പലുകൾ സിംഗപ്പൂർ തുറമുഖത്തിന്റെ പുറത്ത് എപ്പോഴും കാത്തുകിടപ്പുണ്ടാകും. വിമാനം സിംഗപ്പൂർ ചാംഗി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് താഴ്ന്നു തുടങ്ങി. സിംഗപ്പൂരിലെ പ്രശസ്തമായ ലഗൂണ നാഷണൽ ഗോൾഫ് റിസോർട്ടിന്റെയും മറ്റും ഗോൾഫ് കോർട്ടുകളാണ് താഴെ കാണുന്നത്. അതിന് സമീപത്ത് ദൂസിത് താനി ലഗൂണ എന്ന ഹോട്ടലും കാണാം. ദൂസിത് താനി ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അങ്ങനെ പല സ്ഥാപനങ്ങൾ, പിന്നെ മെട്രോ ട്രെയിനിന്റെ ഒരു യാർഡ്, ആസൂത്രിതമായി പണിത നഗരഭാഗങ്ങൾ. ഇത് ചാംഗി ഏരിയയാണ്. സിംഗപ്പൂർ എന്ന കൊച്ചു രാജ്യത്തിന്റെ തെക്ക് കിഴക്കേ ഭാഗത്തുള്ള ഒരു നഗരപ്രദേശമാണ് ചാംഗി. ചാംഗിയിലാണ് സിംഗപ്പൂരിലെ പ്രധാന എയർപോർട്ട്. അതുകൊണ്ടാണ് ചാംഗി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പേര് വന്നത്. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, മനോഹരമായ എയർപോർട്ട്, അടുക്കും ചിട്ടയുമുള്ള നഗരാസൂത്രണം, ഇതൊക്കെ സിംഗപ്പൂരിൽ കാണാം. സിംഗപ്പൂർ ഒരു കൊച്ചു രാജ്യമാണ്. നമ്മുടെ ഒരു ജില്ലയേക്കാൾ അല്പം കൂടി വലിപ്പമേ ഉണ്ടാവൂ. ഇപ്പോൾ സിംഗപ്പൂർ സമയം രാവിലെ 8:20 ആയിട്ടുണ്ട്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:05 നാട്ടിൽ നിന്നും പുറപ്പെട്ടതാണ്. ഞാൻ ജപ്പാനിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി മറ്റൊരു വിമാനത്തിൽ മാറിക്കയറി യാത്ര തുടരണം. വിമാനം ലാൻഡ് ചെയ്തു. ഞാൻ പുറത്ത് ചാംഗി എയർപോർട്ടിന്റെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ഒരിടത്ത് ചാംഗി എന്ന് വലിപ്പത്തിൽ എഴുതി വച്ചിരിക്കുന്നു. സഹയാത്രികർ പലരും ഉറക്കമുണർന്നിട്ടില്ല. ചിലർ പാതിമയക്കത്തിൽ കാത്തിരിക്കുകയാണ്. വിമാനം സിംഗപ്പൂർ ചാംഗി എയർപോർട്ടിനോട് ചേർന്നു നിന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇനി ഉച്ചകഴിഞ്ഞ് 1:45 ഉള്ളൂ ടോക്കിയോയ്ക്കുള്ള വിമാനം. സിംഗപ്പൂർ ചാംഗി എയർപോർട്ടിനകം ശരിക്കും ഒരു ഉദ്യാനമാണ്. ധാരാളം സസ്യലതാദികളും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികളുമെല്ലാമുള്ള അതിമനോഹരമായ ഒരു എയർപോർട്ട്. ദുബായ് എയർപോർട്ടും മറ്റും വരുന്നതിനു മുൻപേ തന്നെ ലോക നിലവാരമെന്തെന്ന് മനുഷ്യരെ പഠിപ്പിച്ച ഒരു സിറ്റിയും എയർപോർട്ടും സിംഗപ്പൂരായിരുന്നു. ഇന്ന് ദുബായ് ഉൾപ്പെടെ വളരെ ആസൂത്രിതമായി സിംഗപ്പൂരിനേക്കാൾ വളർന്നു കഴിഞ്ഞു. എപ്പോഴും നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ട് കൂടിയാണിത്. ഓർക്കിഡുകൾ അങ്ങനെ കുലകുത്തി വിരിഞ്ഞു നിൽക്കുന്നു. ഉച്ചകഴിഞ്ഞ് 1:50 വരെ സമയമുള്ളതുകൊണ്ട് ഞാൻ ലോഞ്ചിൽ പോയി വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ 9 മണിയായിട്ടേ ഉള്ളൂ. 12:30 വരെ ഏതായാലും വിശ്രമിക്കാം. അങ്ങനെ ലോഞ്ചിലേക്ക് ചെന്നു. വിമാനത്തിൽ നല്ല ഉറക്കമായിരുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തരാൻ എന്നെ വിളിച്ചുണർത്തേണ്ട എന്ന് എയർ ഹോസ്റ്റസിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് ലോഞ്ചിൽ. കൂടുതലും കിഴക്കൻ വിഭവങ്ങളാണ്. നൂഡിൽസ്, മോമോസ്, അരികൊണ്ടുള്ള പലഹാരങ്ങൾ, ചൈനീസ് വിഭവങ്ങൾ എന്നിവയൊക്കെയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ ഇരുന്നൊന്നു മയങ്ങി. 12:30 ആയപ്പോഴേക്കും ഗേറ്റിനടുത്തേക്ക് എത്തുമ്പോൾ എനിക്ക് പോകാനുള്ള സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഭക്ഷണവസ്തുക്കളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചരക്കൊക്കെ കയറ്റിക്കഴിഞ്ഞു. കൃത്യം 1:55 വിമാനം പുറപ്പെടും. 1:10 ആയപ്പോഴേക്കും ബോർഡിംഗ് തുടങ്ങി. ഞങ്ങൾ വിമാനത്തിനുള്ളിലേക്ക് നടന്നു. ഇനി ദീർഘമായൊരു യാത്രയുണ്ട്. 7 മണിക്കൂർ പറന്നെങ്കിലേ ടോക്കിയോയിലെത്തുകയുള്ളൂ. അത് കൂടുതലും കടലിന് മുകളിലൂടെയുള്ള പറക്കലുമാണ്. ഞാൻ എന്റെ സീറ്റിൽ സ്ഥാനം പിടിച്ചു. വിമാനം കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. വന്നിറങ്ങിയ ദിശയിലല്ല, നേരെ എതിർ ദിശയിലേക്കാണ് വിമാനം പറന്നുയരുന്നത്. അതായത് മലേഷ്യയുടെ ഡയറക്ഷനിലേക്ക്. ചാംഗി എയർപോർട്ടിന്റെ റൺവേയുടെ എക്സ്പാൻഷനും വിമാനത്താവളത്തിനു വേണ്ടിയുള്ള കടൽ നികത്തുന്നതുമൊക്കെ കാണാം. അതൊക്കെ പിന്നിട്ട് ഇനി ദീർഘയാത്ര കടലിന് മുകളിലൂടെയാണ്.
അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും കാണാനില്ല. എന്റെ മുന്നിലുള്ള മാപ്പിൽ വിമാനത്തിന്റെ റൂട്ട് കാണാം. ഫിലിപ്പീൻസിലെ മൻലയുടെ മുകളിലൂടെ മാത്രമാണ് കരയ്ക്ക് മുകളിലൂടെ പറന്നത്. ഇപ്പോൾ ടോക്കിയോയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ജപ്പാന്റെ മെയിൻ ഐലൻഡിന്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് ടോക്കിയോ. ടോക്കിയോയിലെ പ്രശസ്തമായ ഹനേഡ എയർപോർട്ടിലാണ് വിമാനം ഇറങ്ങാൻ പോകുന്നത്. വിമാനം ടോക്കിയോയിലേക്ക് എത്തുമ്പോഴേക്കും നേരം രാത്രി 9:30 കഴിഞ്ഞു. 9:55 ആയപ്പോഴേക്കും അത് ഹനേഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ടോക്കിയോയിൽ 2 പ്രധാന എയർപോർട്ടുകളാണുള്ളത്, നരീറ്റയും ഹനേഡയും. രണ്ടും തിരക്കുള്ള എയർപോർട്ടുകളാണ്. എങ്കിലും കൂടുതൽ വലുതും തിരക്കേറിയതും ഹനേഡ എയർപോർട്ടാണ്. ഓൾ നിപ്പോൺ എയർലൈൻസിന്റെ വിമാനവും മറ്റും അപ്പുറം കിടക്കുന്നുണ്ട്. വലിയൊരു എയർപോർട്ടാണ് ഹനേഡ. ലഗേജൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങുകയാണ്. ദീർഘമായ യാത്രയിൽ എല്ലാവരും ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ ക്ഷീണിതരൊന്നുമല്ല. പകലത്തെ യാത്രയായിരുന്നല്ലോ. ഉച്ചകഴിഞ്ഞ് സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. രാത്രി 10:15 ആയപ്പോഴേക്കും ടോക്കിയോ ഹനേഡ എയർപോർട്ടിൽ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. വിമാനത്തിനകത്ത് സാധാരണഗതിയിൽ ഉറങ്ങുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ബഹുഭൂരിപക്ഷം പേരും ഉറങ്ങുന്നതാണ് പതിവ്. അതുകൊണ്ട് ഉറക്കച്ചടവോടെ യാത്രക്കാർ പുറത്തേക്ക് നടക്കുന്നു. ഇവിടെ ഒരു ചടങ്ങുള്ളത് എമിഗ്രേഷൻ കൗണ്ടറിലാണ്. അതല്പം ദീർഘമായ പരിപാടിയാണ്. ജപ്പാനിലേക്ക് പോകുമ്പോൾ മുൻകൂട്ടി വിസയ്ക്ക് അപേക്ഷിക്കണം. ഇൻകം ടാക്സ് അടിച്ച രസീത്, തൊഴിലിനെ സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, വ്യക്തിപരമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ബിസിനസിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ഇങ്ങനെ നിരവധി വിവരങ്ങൾ കൊടുക്കണം. ഇവിടെ വരുമ്പോഴുള്ള പ്രധാന പ്രശ്നം എമിഗ്രേഷനിൽ വലിയ ക്യൂ ആണെന്നതാണ്. 1 മണിക്കൂർ ക്യൂ നിന്നു. പുറത്തിറങ്ങുമ്പോഴേക്കും എന്നെ കാത്ത് സറീന നിൽക്കുന്നുണ്ട്. സറീന എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. ഇന്ന് ഞാനിവിടെ വരാൻ കാരണം സഞ്ചാരത്തിന്റെ ഒരു ടൂർ സംഘം ഇന്നലെ ഇവിടെ ജപ്പാനിൽ എത്തിയിട്ടുണ്ടെന്നതാണ്. അവരുടെ കൂടെ കുറച്ചു ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഒപ്പം ആ സഞ്ചാരം ചിത്രീകരിക്കുകയും വേണം. സറീനയോടൊപ്പം എയർപോർട്ടിന്റെ പുറത്തേക്ക് നടന്നു. സറീന കാറുമായാണ് വന്നിരിക്കുന്നത്. പാർക്കിങ്ങിലേക്കാണ് പോയത്. അതിവിസ്തൃതമായ പാർക്കിംഗ് ഏരിയയുണ്ട് ഇവിടെ. എയർപോർട്ടിനകത്ത് നിന്ന് നേരെ അങ്ങോട്ട് പോകാം. ഇദ്ദേഹത്തിന്റെ പേര് കെഞ്ചി എന്നാണ്. കെഞ്ചിയാണ് ഡ്രൈവർ. എല്ലാവരും വളരെ ഡീസന്റും പ്രൊഫഷണലുമാണ്. അതുകൊണ്ട് വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നതെല്ലാം ഹനേഡ എയർപോർട്ടിന്റെ ഭാഗങ്ങൾ തന്നെ. 3750 ഏക്കർ പ്രദേശത്താണ് ഈ വിമാനത്താവളം വ്യാപിച്ചു കിടക്കുന്നത്. കുറച്ചു ദൂരം കാർ ഓടുന്നത് കടലിനടിയിലൂടെയാണ്. തലയ്ക്ക് മുകളിൽ ഇപ്പോൾ കടലുണ്ട്. ഉൾക്കടൽ കയറിക്കിടക്കുന്ന നഗരമാണ് ടോക്കിയോ. ചിലയിടത്ത് പ്രധാന റോഡിന്റെ മുകളിലൂടെ. ജപ്പാനിലെ ഗതാഗത സംവിധാനങ്ങളൊക്കെ 2ാം ലോകമഹായുദ്ധത്തിന് മുൻപ് തന്നെ വളരെ വികസിതമായിരുന്നു. കുറെ ദൂരം ഓടി ഒരു ഭാഗത്തെത്തുമ്പോൾ ഹനേഡ എയർപോർട്ടിന്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത്. ചക്രവർത്തി ഭരണകാലത്ത് 1931 പ്രവർത്തനം ആരംഭിച്ചതാണ് ഹനേഡ എയർപോർട്ട്. ഇപ്പോൾ 7,87,00,000 യാത്രക്കാർ ഒരു വർഷം ഈ എയർപോർട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക്. 2020 ലോകത്തെ മികച്ച 2ാമത്തെ എയർപോർട്ടായി ഹനേഡയെ തിരഞ്ഞെടുത്തിരുന്നു. എയർപോർട്ട് പിന്നിട്ടു. ഉൾക്കടലുകളും നിരവധി നദികളും കനാലുകളും അതിന്റെ പിരിവുകളുമെല്ലാമുള്ള നഗരമാണല്ലോ ടോക്കിയോ. അതിനാൽ നിരവധി പാലങ്ങളും കടലിനടിയിലെ ടണലുമൊക്കെ കടന്നുവേണം നഗരത്തിന്റെ പ്രധാന ഭാഗത്തേക്കെത്താൻ. ഉൾക്കടൽ പല പിരിവുകളായി പലയിടത്തും ഉള്ളിലേക്ക് കയറിക്കിടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം മുകളിലൂടെ അതിഗംഭീരമായ പാലങ്ങൾ. ഒട്ടും താമസമില്ലാതെ പറന്നങ്ങനെ പോകാം. 2ാം ലോകമഹായുദ്ധത്തിനു മുൻപ് തന്നെ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വളർന്നു കഴിഞ്ഞ നാടാണ് ജപ്പാൻ. സാങ്കേതിക വിദ്യയിലെല്ലാം ജപ്പാൻ വളരെ മുൻപിലായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ എല്ലാം തകർന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എല്ലാം പൂർവാധികം പൂർണ്ണതയോടെ നിർമ്മിക്കുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മെട്രോപൊളിറ്റൻ ഏരിയയാണ് ഇന്ന് ഈ ടോക്കിയോ. ടോക്കിയോ ആയിരുന്നില്ല ജപ്പാന്റെ ആദ്യ തലസ്ഥാനം. ക്യോട്ടോ എന്ന നഗരമായിരുന്നു.
1869 ക്യോട്ടോയിൽ നിന്നും രാജ്യതലസ്ഥാനം ടോക്കിയോയിലേക്ക് മാറ്റിയത്. അങ്ങനെ കാർ ഓടി ഇവിടുത്തെ പ്രശസ്തമായ മെട്രോപൊളിറ്റൻ ഹോട്ടലിലെത്തി. എഡ്മണ്ട് എന്ന സ്ഥലത്താണ് ഹോട്ടൽ മെട്രോപൊളിറ്റൻ. ഇവിടെയാണ് സഞ്ചാരത്തിന്റെ ടൂർ സംഘം. നല്ലൊരു ഹോട്ടലാണ്. 666 മുറികളുള്ള ഹോട്ടൽ. റിസപ്ഷനിൽ ചെന്നു. എന്റെ കാർഡ് അവിടെ റെഡിയാക്കി വെച്ചിരുന്നു. ചെക്ക് ഇൻ നടപടികളെല്ലാം നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ 5-ാം നിലയിലെ 514-ാം നമ്പർ മുറിയിലേക്ക് ചെന്നു. മനോഹരമായ മുറിയാണ്. സഞ്ചാരം ടൂറുകളിൽ ഇങ്ങനെ ഏറ്റവും ഗംഭീരമായ സൗകര്യങ്ങളായിരിക്കും. നേരം 11:30 അന്നത്തെ ഉറക്കം അവിടെ കഴിഞ്ഞു. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിറ്റേ ദിവസം പ്രഭാതം. ഇതാണ് താമസിച്ച ഹോട്ടൽ. അതിബൃഹത്തായ ഒരു ഹോട്ടലാണ് ഹോട്ടൽ മെട്രോപൊളിറ്റൻ. അതിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അതിനു ചുറ്റുമുള്ളതെല്ലാം വമ്പൻ കെട്ടിടങ്ങൾ തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് ഞാൻ ഇറങ്ങിയത്. ചെറി പൂക്കളുടെ കാലമാണിത്. ചെറി ബ്ലോസം സീസണിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. രാവിലെ എല്ലാവരും റെഡിയായി വന്നിരിക്കുന്നു. ഇന്നലെ എന്നെ കാണാത്തതിന്റെ ചെറിയൊരു പരിഭവവും ഇന്ന് വന്നതിന്റെ സന്തോഷവും എല്ലാവരും പങ്കുവച്ചു. രാവിലെ തന്നെ യാത്ര പുറപ്പെടുകയാണ്. ബസ് പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. ഹോട്ടലിന്റെ മുറ്റത്ത് നിന്ന് എല്ലാവരും ലഗേജൊക്കെ തള്ളി ബസ്സിലേക്ക് നടന്നു. ഇന്നും നാളെയുമൊക്കെ ദീർഘമായ യാത്രകളാണ്. ഞങ്ങൾ ജപ്പാന്റെ തെക്കൻ ഭാഗത്തേക്കാണ് പോകുന്നത്. ടോക്കിയോ മധ്യ ഉത്തര ഭാഗത്താണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്യുന്നു. എല്ലാവരും ഇന്നലത്തെ യാത്രയുടെ സന്തോഷത്തിലാണ്. ഇന്നലെ ഇവിടെ വന്നിട്ടേയുള്ളൂ. ഇന്നലെ പകൽ നേരത്ത് ടോക്കിയോ സിറ്റി കണ്ടു. ഇവരിൽ പലരും സഞ്ചാരത്തിന്റെ മറ്റു ടൂറുകളിലും ഉണ്ടായിരുന്നവരാണ്. ഇദ്ദേഹമാണ് സഞ്ചാരത്തിന്റെ ഇവിടുത്തെ ഗൈഡ്, ടാക്സൺ. ലഗേജൊക്കെ കയറ്റിവെച്ചു. സംഘത്തിൽ 36 ആളുകളുണ്ട്. പലരും നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് എന്റെ കൂടെ പല ടൂറുകളിൽ പങ്കെടുത്തവരാണ്. 3-4 ടൂറുകളിൽ തുടർച്ചയായി വന്നവരുമുണ്ട്. സഞ്ചാരത്തിനൊപ്പമുള്ള യാത്രയെ അവർ അത്ര ഇഷ്ടപ്പെടുന്നു. 1 വർഷം പോലുമായിട്ടില്ല സഞ്ചാരം ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ടൂറുകൾ തുടങ്ങിയിട്ടെന്നോർക്കണം. ടാക്സൺ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. വളരെ പരിചയസമ്പന്നനായ ഒരു ടൂർ ഗൈഡാണ് ടാക്സൺ. ടോക്കിയോയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ടൂർ ഗൈഡ് ടാക്സൺ ആണെന്ന് പറയാം. അതിനാൽ സഞ്ചാരം ടൂറിൽ ടാക്സൺ തന്നെ വേണമെന്ന് നിർബന്ധപൂർവം തീരുമാനിക്കുകയായിരുന്നു. ജപ്പാനിൽ 6-7 ദിവസമുണ്ട് ഞങ്ങൾ. ഈ ദിവസങ്ങളിൽ മുഴുവൻ ടാക്സൺ ആയിരിക്കും ഗൈഡ്. ചെറി പൂക്കൾ എവിടെയുമുണ്ട്. മെട്രോ ട്രെയിനുകൾ ഇങ്ങനെ ഓടുന്നു. പകൽ നേരത്ത് ടോക്കിയോയുടെ കാഴ്ചയാണിതൊക്കെ. നല്ല പ്ലസന്റായ കാലാവസ്ഥയാണിന്ന്. ടാക്സൺ പറയുന്നത് ഇന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്നാണ്. കാരണം നല്ല തെളിഞ്ഞ സുഖകരമായ കാലാവസ്ഥയാണിന്ന്. തണുപ്പുകാലമാണെങ്കിലും ഈ വെയിൽ കൂടി ഉള്ളതുകൊണ്ട് സുഖമാണ്. ബസ് നഗരത്തിലൂടെ അങ്ങനെ നീങ്ങി. ഞങ്ങൾ നേരെ പോകുന്നത് ഫ്യൂജി അഗ്നിപർവ്വതത്തിന്റെ ചുവട്ടിലേക്കാണ്. കവാഗുച്ചി എന്ന ഒരു പട്ടണത്തിലേക്ക്. 3 മണിക്കൂറിലധികം യാത്രയുണ്ട് അവിടേക്ക്. ഫ്യൂജിയാണ് ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കാഴ്ച. പക്ഷേ ഒരു പ്രശ്നം, ആഗ്രഹത്തോടെ വരുന്ന പലർക്കും അത് പൂർണ്ണതയോടെ കാണാൻ പറ്റാറില്ല എന്നതാണ്. കാലാവസ്ഥ ചതിക്കും. ഫ്യൂജി പർവ്വതം മേഘങ്ങൾ കൊണ്ട് മൂടിപ്പോകും. ടാക്സൺ അന്വേഷിച്ചിട്ട് പറഞ്ഞത് പർവ്വതം ഇന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നാണ്. അടുത്ത കാലത്തെങ്ങും കാണാൻ പറ്റിയിട്ടില്ലാത്ത വിധം വ്യക്തതയോടെ ഫ്യൂജി അഗ്നിപർവ്വതം ഇന്ന് കാണാൻ പറ്റുമത്രേ. ടോക്കിയോ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇടതുവശത്തുള്ളതുപോലെ ചെറിച്ചെടികൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാം. ചെറി ബ്ലോസം സീസണാണ്. ജപ്പാനിൽ ഏറ്റവും തിരക്കുള്ള ടൂറിസ്റ്റ് സീസൺ. അത് പ്രധാനമായും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ഇദ്ദേഹം ശ്രീറാം. സഞ്ചാരത്തിനൊപ്പം 3ാമത്തെ ടൂറിലാണ് ശ്രീറാം പങ്കെടുക്കുന്നത്. ടൂറിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നത് പതിവാണ്. ദീർഘനാളത്തെ ഒരു ആത്മബന്ധം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഈ ജോർജും കുടുംബവും സ്ഥിരം ലോകസഞ്ചാരികളാണ്.
30-ലേറെ രാജ്യങ്ങൾ സഞ്ചരിച്ച നിരവധി പേർ ഈ ഗ്രൂപ്പിലുണ്ട്. സഞ്ചാരത്തിനൊപ്പം പല ടൂറുകളിൽ പങ്കെടുത്ത 10-ലേറെ പേർ ഗ്രൂപ്പിലുണ്ട്. സഞ്ചാരത്തിനൊപ്പമുള്ള മുൻയാത്രകളിൽ അവർ വളരെ സംതൃപ്തരാണെന്നതുകൊണ്ടായിരിക്കണമല്ലോ പലരും 3-4 തവണ വരുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് സഞ്ചാരത്തിന്റെ ജപ്പാനിലേക്കുള്ള 2ാമത്തെ ഗ്രൂപ്പാണ്. കഴിഞ്ഞയാഴ്ച മറ്റൊരു ടീം ഇവിടെ ഉണ്ടായിരുന്നു. ജപ്പാനിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് അവർ കൊറിയയിലേക്ക് പോയിരിക്കുന്നു. അവർ ഇപ്പോൾ കൊറിയയിലാണ്. അവരുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. 2ാമത്തെ ഗ്രൂപ്പിന്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ജപ്പാന് ശേഷം ഇവരും കൊറിയയിലേക്ക് പോകും. ടോക്കിയോയിലെ ഒരു കാഴ്ച ഇതാണ്. രാവിലെ തന്നെ ആളുകൾ തിരക്കിട്ട് കടന്നു പോകുന്നു. ഓഫീസുകളിലേക്കും മറ്റു ജോലി സ്ഥലങ്ങളിലേക്കുമൊക്കെ പോകുന്ന ആളുകൾ. ഇന്ന് ഒരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയും തെരുവിൽ തിരക്കു തന്നെ. ഇവിടെ കാണുന്ന അതിഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ ഞെട്ടിക്കില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം. 1940കളിലും 50കളിലും പോലും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന അറിവ് നമ്മളെ ഞെട്ടിക്കും. ഇന്ന് നമുക്ക് ദുബായിയൊക്കെ ഇതിനേക്കാൾ പളപളപ്പുള്ള നഗരമാണല്ലോ എന്ന് തോന്നും. ദുബായ് അടുത്ത കാലത്ത് പണിതതിന്റെ പുതുമ നിലനിൽക്കുന്നതാണ്. ഇതാകട്ടെ 70 കൊല്ലം മുൻപ് ഇവർ ഉണ്ടാക്കിയതാണ്. അന്നൊക്കെ ദുബായ് ഒന്നും ചിത്രത്തിലേയില്ല. അവിടെ ഒട്ടകപ്പുറത്ത് ആളുകൾ സഞ്ചരിച്ചിരുന്ന കാലത്ത് ഇവർ ഇവിടെ ഇതുണ്ടാക്കി. പലയിടത്തും ക്ഷേത്രങ്ങൾ കാണാം. ഇവരുടെ പരമ്പരാഗത വിശ്വാസങ്ങളുടെ ക്ഷേത്രങ്ങൾ. ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും എലിവേറ്റഡ് ഹൈവേകളാണ്. ദീർഘദൂരം എലിവേറ്റഡ് പാതകളിലൂടെയാണ് പോകുന്നത്. അതിനെല്ലാം ടോള് കൊടുക്കണം. ടോളിന് വേണ്ടി വണ്ടി നിർത്തി കാശ് കൊടുക്കേണ്ടതൊന്നുമില്ല. നമ്മുടെ ഫാസ്ടാഗ് പോലെ, എന്നാൽ അതിലും കുറച്ചുകൂടി ഫാസ്റ്റായുള്ള സംവിധാനമുണ്ട്. ഗേറ്റിലൂടെ വേഗത്തിലങ്ങ് കടന്നുപോയാൽ മതി. വണ്ടി നിർത്തേണ്ട പോലും ആവശ്യമൊന്നുമില്ല. അത്തരം സംവിധാനങ്ങളൊക്കെ ഇവിടെ വളരെ മുൻപ് തന്നെയുണ്ട്. വഴിയോരങ്ങളിലെല്ലാം പൂത്തുനിൽക്കുന്ന ചെറിച്ചെടികളാണ് കാഴ്ച. ശരിക്കുമുള്ള ചെറി ബ്ലോസം സീസൺ തന്നെ. ഇതാണ് ജപ്പാനിലെ ഏറ്റവും പീക്കായ ടൂറിസം സീസൺ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾ ഒഴുകുന്ന സമയമാണ്. നമ്മുടെ സംഘത്തിലുള്ളവർ സമയം കിട്ടുമ്പോഴെല്ലാം ഓരോരുത്തരായി അവരവരെ പരിചയപ്പെടുത്തുന്നു. സഞ്ചാരത്തിനൊപ്പമുള്ള യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഓടി കുറെ ചെന്നു കഴിഞ്ഞപ്പോൾ വണ്ടി അങ്ങ് ബ്ലോക്കായി. ഗതാഗതം ആകെ നിലച്ചു. കുറച്ചുനേരം കാത്തിരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴേക്കും ആളുകൾ അക്ഷമരായി. എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. വണ്ടി അനങ്ങുന്നുമില്ല. ജപ്പാനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ഇത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ടാക്സിന് ഒരു വിവരം കിട്ടി. മുന്നിൽ ഒരു ടണലുണ്ട്. അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ്. അപകടമുണ്ടായ വണ്ടി മാറ്റാതെ ഈ വാഹനങ്ങളൊന്നും പോവില്ല. ആംബുലൻസുകൾ ഇടയ്ക്കിടെ സൈറൺ അടിച്ചു പോകുന്നുണ്ട്. ഇത്രയും ട്രാഫിക് ബ്ലോക്കായി നിൽക്കുമ്പോഴും ഒരു വരി ആംബുലൻസ് സർവീസിനായി ഒഴിച്ചിട്ടിരിക്കും. അനിശ്ചിതമായ മണിക്കൂറുകൾ പിന്നിട്ടു. പക്ഷേ എല്ലാവരും ലൈൻ തെറ്റിക്കാതെ കാത്തുകിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശത്ത് ഒരു ഹെലികോപ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്. വഴി ബ്ലോക്കായിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു ബൈക്കുകാരനുണ്ട്. അയാളും ക്യൂവിൽ നിൽക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇയാൾ എന്തൊരു മണ്ടനാണെന്നാണ് ആദ്യം ചിന്തിച്ചത്. നമ്മുടെ ബൈക്കുകാരാണെങ്കിൽ മറ്റു വാഹനങ്ങൾക്കിടയിലൂടെ കുത്തിക്കയറ്റി ആക്സിഡന്റ് നടന്നതിന്റെ അപ്പുറം കടന്ന് പറന്നുപോയേനെ. ഇവിടെ അങ്ങനെയൊന്നും പോകാനാവില്ല. ഇതാണ് ഇവിടുത്തെ നിയമവും സിസ്റ്റവും. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഹെലികോപ്റ്റർ വരുന്നു. രക്ഷാപ്രവർത്തനത്തിനുള്ള ഹെലികോപ്റ്റർ അല്ല, മീഡിയയുടേതാണ്. അപ്പോഴേ TV ചാനൽ വെച്ചിട്ട് ഞങ്ങളുടെ ഡ്രൈവർ വിവരം പറഞ്ഞു തന്നു. ന്യൂസ് വരുന്നുണ്ട്. മുൻപിൽ 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്രെയിനും ലിഫ്റ്റ് ചെയ്യുന്ന മറ്റുപകരണങ്ങളുമൊക്കെ കടന്നു പോകുന്നു. വണ്ടികൾ അനങ്ങിത്തുടങ്ങി. മണിക്കൂർ 3 നിങ്ങൾ വിശ്വസിച്ചെന്ന് വരില്ല. 3 മണിക്കൂർ ഞങ്ങൾ ആ ക്യൂവിൽ കിടന്നു. അത് കഴിഞ്ഞ് എല്ലാ വണ്ടികളും ആരും പറയാതെ തന്നെ നടുക്കുള്ള ഒരു ട്രാക്കിലേക്ക് മാറ്റി. മറ്റു 2 ട്രാക്കും ഫ്രീ. നമ്മുടെ നാട്ടിൽ ഇത് സങ്കല്പിക്കാൻ പറ്റുമോ? ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ നടുക്ക് ഒരു ട്രാക്കിൽ മാത്രം വാഹനങ്ങൾ അച്ചടക്കത്തോടെ പോവുക. ഇങ്ങനെ 3 വരിയുള്ള പാതയിൽ നടുക്കുള്ള പാതയിലൂടെ മാത്രം വാഹനങ്ങൾ ഓടുന്ന ഒരു അച്ചടക്കം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ?
ജപ്പാനിൽ കാണുന്ന ഒരു പ്രശ്നം ഇതാണ്. അച്ചടക്കം അല്പം കൂടുതലാണിവിടെ. എല്ലാവരും നിയമം പാലിക്കുന്നു. മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കുന്നു. ഇതാണ് ടണൽ. അവിടെയാണ് ആക്സിഡന്റ് ഉണ്ടായത്. ക്രെയിനൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടിട്ടുമുണ്ട്. വഴിയരികിൽ ഈ നിൽക്കുന്നവർ ആക്സിഡന്റ് ഉണ്ടായ ബസ്സിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നവരാണ്. ഈ ബസ്സുകളാണ് അപകടമുണ്ടാക്കിയത്. ഇവനാണ് പോയി ഇടിച്ചത്. അവന്റെ മുൻഭാഗം തകർന്നിരിക്കുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഇടികൊണ്ട ബസ്. അവനും പുറകിലേയുള്ളൂ പരിക്ക്. പക്ഷേ പിന്നിലാണ് എഞ്ചിൻ. ചിട്ടയും നിയമവും കർശനമാണ്. ആംബുലൻസും ഉദ്യോഗസ്ഥരും വന്ന് ക്ലിയർ ചെയ്തിട്ടേ പോകാൻ പറ്റൂ. നിയമവും ചിട്ടയും കർശനമായ രാജ്യത്ത് ഇങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട്. വ്യത്യസ്തമായ ഒരു അനുഭവവുമായിട്ടാണ് ഞങ്ങളുടെ ജപ്പാൻ യാത്ര തുടങ്ങുന്നത്.